ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കണമാകട്ടെ. നമുക്ക് ബൈബിൾ തുറക്കാം. തിമത്തിയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 11-12 വാക്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കുന്നത്. 2 Timothy chapter 3 verse 11 and 12. വളരെ പരിചിതമായ 2 വാക്യങ്ങളാണ്. വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. 11-ാം വാക്യം മുതൽ അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. സ്തോത്രം. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. തിമത്തിയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് അല്പസമയം കർത്താവിൻ്റെ വചനം പറയാനായിട്ട് പോകുന്നത്. പ്രാർത്ഥനയോടെ ഇരുന്നാൽ ഈ വചനത്തിൽ നിന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കും. പൗലോസ് തിമത്തിയോസിനെ ലേഖനം എഴുതി ഉറപ്പിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ അധ്യായം നമ്മൾ തുടങ്ങുമ്പം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യൻ സ്വസേഹികളും ദ്രവ്യാഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദുഷ്ടന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും, വലിയൊരു ലിസ്റ്റ് പറയുകയാണ്. നീ ദൈവത്തിന് തിമത്തിയോസെ ശ്രദ്ധിച്ചോണം. ഇതൊരു വല്ലാത്ത ഒരു ദുർഘട സമയമാണ്. ഈ സമയത്ത് നീ വളരെ സൂക്ഷിക്കണം. എന്നിട്ട് പൗലോസ് താഴോട്ട് നമുക്ക് സുഖമില്ലാത്തൊരു കാര്യം ഇപ്പോൾ പറയാൻ പോകുന്നത്, പക്ഷേ അതിനകത്ത് ഒത്തിരി ആത്മീക ദൂതുകളുണ്ട്. പൗലോസ് തിമത്തിയോസിനോട് പറയുകയാണ്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. എന്നിട്ട് പൗലോസ് തിമത്തിയോസിനെ ഉറപ്പിക്കാൻ പറയുക, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചു. ഓ ഹല്ലേലൂയ. അപ്പം എന്താണ് ഈ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഉപദ്രവമുണ്ടാകുമെന്ന് പറയുവാൻ കാരണം? ദൈവത്തിന് സ്തോത്രം. ഈ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പം യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് ദൈവപൈതൽ എക്കാലവും ഒരു ക്രിസ്തു ഭക്തനായി ജീവിക്കണം. എന്താണ്? ഒരു ക്രിസ്തു ഭക്തനായിട്ട് ജീവിക്കണം. എന്തുവാണ് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ? ഭക്തന്മാർക്ക് ഉപദ്രവം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സ്തോത്രം. നിങ്ങൾക്ക് ക്രിസ്തുവിനെ ആരാധിക്കാൻ ഇറങ്ങിയ ദൈവമക്കൾക്കൊക്കെ പല തരത്തിലുള്ള ഉപദ്രവങ്ങളുണ്ടാവും. പക്ഷെ ഏത് ഉപദ്രവം ഉണ്ടെങ്കിലും പേടിക്കണ്ട, അതിനകത്തുനിന്ന് വിടുതലുണ്ട്. ഓ ഹല്ലേലൂയ. നിന്നെ ഉപദ്രവിച്ചവരൊക്കെ അവർ പരാജയപ്പെട്ടതേ ഉള്ളൂ, നീ പരാജയപ്പെട്ടിട്ടില്ല. കാരണം നീ ഒരു ഭക്തനായതുകൊണ്ടാണ്. ഇനി ഞാൻ ബൈബിളിൻ്റെ വെളിപ്പാടിലോട്ട് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാം. ആരാണ് ഭക്തനെന്ന്? സ്തോത്രം. വെള്ളയുടുപ്പിട്ട ആളാണെന്നോ ഭക്തൻ? ക്ലീൻ ഷേവ് ചെയ്ത ആളാണെന്നോ ഭക്തൻ? ദൈവത്തിന് സ്തോത്രം. താടി വെച്ച ആളാണെന്നോ ഭക്തൻ? താടി വടിച്ച ആളാണെന്നോ ഭക്തൻ? ഇവിടെ മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. അതോ നീലയുടുപ്പിട്ട ആളാണെന്നോ ഭക്തൻ? സ്തോത്രം. ചുവപ്പുടുപ്പിട്ട ആളാണെന്നോ ഭക്തൻ? ഇതൊക്കെ അറിയണമെങ്കിൽ ബൈബിളിലോട്ട് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകണം. യാക്കോബിൻ്റെ ലേഖനത്തിൽ വാക്യമുണ്ട്, വായിക്കാനൊന്നും സമയം എടുക്കണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ദാവീദ് 12-ാം സങ്കീർത്തനം ചമയ്ക്കുമ്പം പറഞ്ഞു, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. എന്തുവാ? യഹോവേ രക്ഷിക്കണമേ. ആരില്ലാതെ പോകുന്നു? ഭക്തന്മാരില്ലാതെ പോകുന്നു. ഈ ആരാ ഭക്തൻ? യാക്കോബിൻ്റെ ലേഖനം വീട്ടിൽ ചെന്ന് നിങ്ങൾ വായിക്കണം. 1-ാം അധ്യായത്തിലാണ്. സ്തോത്രം. നിങ്ങളിൽ ഒരുത്തൻ നാവിനെ കടിഞ്ഞാണിടാതെ തൻ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അപ്പം ഭക്തൻ ഒരു കാര്യം ഉറപ്പാ, നാവിനെ കടിഞ്ഞാണിടണം. നടത്തിരിക്കുന്ന ആളോട് ചോദിച്ച, നമ്മുടെ നാവ് കടിഞ്ഞാണിട്ട് തന്നെയാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചേ. അവിടെ മിണ്ടുന്നില്ലല്ലോ. ഒരു ഭക്തനെ സംബന്ധിച്ചും നാവിനെ കടിഞ്ഞാണിടുന്നവനാണ് ബൈബിള് പറയുന്ന യഥാർത്ഥ ഭക്തൻ. നാട്ടിലുള്ള മുഴുവൻ പരദൂഷണവും പറഞ്ഞേച്ച് സ്തോത്രം പറഞ്ഞാലൊന്നും ഭക്തനാകുകയല്ല. ഭക്തനാകണമെങ്കിൽ നാവിനെ ശരിക്കും പറഞ്ഞാൽ മൂക്കുകാരിടണം. സ്തോത്രം. പണ്ടൊക്കെ നാട്ടിൽ ഈ പോട്ടെ, ഞാൻ പറയുന്നില്ല. ഇനി ഞാൻ മൂരിയെ കാളയാക്കിയ കാര്യമൊക്കെ പറഞ്ഞെന്ന് പിന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ നിർത്തുക അവിടെ.
നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഇവിടെ എന്താ മനസ്സിലാക്കുന്നതെന്ന് ശ്രദ്ധിച്ച്. അപ്പം ഒരാൾ ഭക്തനായിട്ട് ജീവിക്കണേ അവൻ അവൻ്റെ നാവിനെ, ഞാൻ യോഗത്തിന് വരുമ്പോൾ ഒന്നും പറഞ്ഞില്ല, അല്ല വീട്ടിലും പറയാൻ പാടില്ല, ബസ്സിലും പറയാൻ പാടില്ല, കാറയിലും പറയാൻ പാടില്ല, ഒരിടത്തും പറയാൻ പാടില്ല. കാര്യം യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. ബാക്കി പറയാമോ? തമ്പുരാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പണ്ട് നമ്മുടെ കേരളത്തിൽ വന്ന തോമസ് ശിഷ്യന്മാർ കൂടിയ കമ്മിറ്റിക്കകത്ത് പുള്ളി ഒരു കാര്യം അവതരിപ്പിച്ച കേട്ടോണം. ഞാൻ യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കയ്യിൽ വിരലിട്ടിട്ടല്ലാതെ ഞാൻ, കർത്താവ് അടുത്തവരെ വന്നപ്പോൾ പറഞ്ഞു, തോമസ് എഴുന്നേറ്റ് നിൽക്കേ, മുന്നോട്ട് വാ. തോമസിൻ്റെ കൈയുടെ വിരൽ, എൻ്റെ കർത്താവും ദൈവമായുള്ള ഒന്നും പറയണ്ട, നീ പറഞ്ഞത് മേളിൽ റെക്കോർഡായി. അപ്പോൾ അതുകൊണ്ട് ഭക്തൻ എന്തു വേണം? നാവിനെ, ചിലരിപ്പോൾ മനസ്സിൽ പറയാം, നിർത്തല്ലേ ഞങ്ങളുടെ അമ്മാമ്മ ഇച്ചിരൂടെ കേൾക്കട്ടെ, അമ്മാമ്മയും അച്ഛനും കേൾക്കാനാണ് പറയുന്നത്. നാവിനെ കടിഞ്ഞാണിടുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര പ്രശ്നമായിട്ട്, സ്തോത്രം, പള്ളിയിൽ വിവാഹമോചനം പ്രാപിക്കാനായിട്ട് അവിടെ ഒരു പുതിയ അച്ഛൻ വന്നു. അച്ഛനെ കാണാനായിട്ട് പള്ളി ചെന്നു. അച്ഛോ, ഇത് ലാസ്റ്റ് പള്ളിയിലെ യോഗമാണ്, ഇനി ഞങ്ങൾ രണ്ടുപേരും പള്ളി വരത്തില്ല, കാരണം ഞങ്ങൾ പിരിയാൻ പോവുക. അച്ഛൻ വിളിച്ചിരുത്തി ചോദിച്ചു, എന്തുവാ ഇത്ര വിഷമം? ഭാര്യയുടെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട, ജർമ്മനിയിൽ നിന്നൊരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കുടിച്ചാൽ നിങ്ങളുടെ ലൈഫ് ശരിയാവുമെന്ന് പറഞ്ഞു. ഭാര്യയോട് പറഞ്ഞു, ഇതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കണം, ഒരു കുപ്പി മരുന്നാണ്. ഭർത്താവ് താഴെ നിന്ന് കുടിച്ചേച്ച് കയറി വരുമ്പോൾ ഒരു കവിള് വായിലൊഴിക്കണം, പുള്ളി ഉറങ്ങിക്കഴിയുമ്പോൾ തുപ്പിക്കളയണം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ കയ്യെ കോർത്ത് പള്ളി വന്നിച്ച് അച്ഛനോട് പറഞ്ഞു, എൻ്റെ പൊന്നോ അച്ഛോ, ഇത്രയും വലിയ മരുന്ന് വെച്ചിട്ടാണ് കഴിഞ്ഞ 25 വർഷം എന്നെ ഇട്ട് എൻ്റെ കുടുംബം തകർത്ത് കളഞ്ഞത്. അച്ഛനെപ്പോലുള്ള അച്ഛന്മാരോട് ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞു, കൊച്ചേ പച്ചവെള്ളമാണ് തന്നേ, പക്ഷെ നിൻ്റെ അസുഖം അറിഞ്ഞാ തന്നേ. മനസ്സിലായില്ല. അപ്പം നാവിനെ കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഈ തമ്പുരാൻ നോക്കിക്കേ, ഈ നാക്കിനെ വായിക്കകത്ത് വെച്ചപ്പോൾ 32 വേലി നാട്ടിയച്ച വെച്ചേ, എന്നിട്ടും അത് പൊട്ടിച്ച് വെളി വരാതിരിക്കാൻ മേളി പിന്നെ ഒരു കോട്ടിങ് കൊടുത്ത് 2 ചിറികൾ. എന്നിട്ട് ദാവീദ് പറയാം, കർത്താവേ ഇനിയും പോരാ, ഇനിയും അധരദ്വാരത്തിന് കാവലൂടെ നിർത്തണം, കാരണം നീ ഇട്ട മുഴുവൻ വേലി ഇത് പൊട്ടിക്കും. നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും വളരെ വമ്പ് പറയുന്നു. ചെലിയ തീയ വലിയ കാട്. സ്തോത്രം. ഇവിടുത്തെ ലാഹയിലെ വനം, ശബരിമലയിലെ വനം കത്തിക്കാൻ വേണ്ടി 4 ലോറി തീ കൊണ്ടുവരണ്ട, ഒരു കുഞ്ഞു തീപ്പെട്ടി ഉരച്ചിട്ടാൽ മതി, നിന്ന് കത്തിക്കോളൂ. ബൈബിൾ പറയാം, നീ നാവ്, അപ്പം നാവിനെ നിയന്ത്രിക്കുന്നതാണ് ഒരു ഭക്തൻ്റെ ലക്ഷണം. രണ്ടാമത് അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, അനാഥനെയും വിധവമാരുടെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത് ഭക്തിയുടെ ലക്ഷണമാണ്. അനാഥനെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് ലോകത്താലുള്ള കളങ്കം പറ്റാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭക്തി. 3 കാര്യമാണ് ഒരു ഭക്തൻ്റെ ലക്ഷണം. ഇരമ്യാവ് പ്രവചിക്കുന്ന പ്രവചന ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ എന്നിൽ നിന്ന് അകന്നു പോയിരിക്കാൻ ഞാൻ എങ്കലുള്ള ഭക്തി അവരുടെ ഹൃദയത്തിലാക്കും. സ്തോത്രം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ ഭക്തി നിൻ്റെ ഹൃദയത്തിലാകട്ടെ. ഈ ഒരാൾ ഭക്തനായി ജീവിക്കണമെന്ന് പറയുന്നതിന് ഒത്തിരി പ്രത്യേകതകൾ ബൈബിളിൽ തെളിയിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. അതിൽ ചില പ്രത്യേകതയാണ് ഇന്നത്തെ ധ്യാനം. ഒരാൾ ഭക്തനായിരിക്കുമ്പോൾ ഉണ്ടാകേണ്ട പ്രത്യേകത. ഈ ശലോമോനാണ് ഏറ്റവും കൂടുതൽ സദൃശ്യവാക്യത്തിൽ എഴുതി. വാക്യം വേണം, ഞാനങ്ങ് പറഞ്ഞു പോകാം. ദൈവത്തിന് സ്തോത്രം. സദൃശ്യവാക്യത്തിലൊരു വാക്യമുണ്ട്. സ്തോത്രം. ഞാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 23-ാം അധ്യായം 17-ാം വാക്യമാ, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയല്ല. കണ്ടോ, നീ ഒരിക്കലല്ല, എല്ലായ്പ്പോഴും എങ്ങനെ ജീവിക്കണം? യഹോവ ഭക്തനായി ജീവിക്കണം. നിനക്കൊരു പ്രതിഫലമുണ്ട്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. എത്ര പേർക്ക് അതിന് ആമീൻ പറയും? 14-ാം അധ്യായത്തിൽ ശലോമോൻ വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്. 26-ാം വാക്യത്തിൽ യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. യഹോവ ഭക്തൻ എന്തോ ഉണ്ട്? ദൃഢധൈര്യമുണ്ട്. അടുത്ത കേട്ടോ, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. എന്ന് പറഞ്ഞാൽ അവൻ്റെ മക്കൾ അനാഥമാകത്തില്ല, അവർക്ക് ശരണമുണ്ടാകും. അടുത്ത നിങ്ങൾ കേട്ടോ, യഹോവ ഭക്തി ജീവൻ്റെ ഉറവയാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കണികൾ ഒഴിഞ്ഞു പോകും.
അപ്പോൾ ഒരു ഭക്തന്, ഇനി ഞാൻ വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു പോയ ബൈബിൾ മുഴുവൻ ഈ ഭക്തന്മാരുടെ വാക്യമാണ് മൊത്തം. പോട്ടെ, ഞാനതെല്ലാം വിടുക. അപ്പോൾ യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് എന്തോ ഉണ്ട്, ശരണമുണ്ട്. നീ ഭക്തനായി ജീവിക്കുക. ഇനി ബൈബിളിനകത്ത് ഒരു വലിയ ആത്മിക വെളിപ്പാടിലേക്ക് വരിക. ബൈബിൾ പഠിപ്പിക്കുന്ന ഭക്തന് വേണ്ടി ദൈവം ചെയ്യുന്ന 3 കാര്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ആ 3 വാക്യം ദയവായിട്ട് എനിക്ക് വായിച്ചു തരണം. ഒന്നാമത്തെ വാക്യം 34 സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ 9 വാക്യമാണ്. ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന 1-ാമത്തെ കാര്യം. ഇത് കേൾക്കുമ്പം നിനക്ക് ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുണ്ടാകും. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ഭക്തന്മാരുടെ പ്രത്യേകത, ഒന്നിനും അവർക്ക് മുട്ടുവരിക എന്ന് പറഞ്ഞാൽ ഒന്നിനും കുറവ് വരികയില്ല. അടുത്തിരിക്കുന്ന തൊട്ടുവെച്ച് പറ, ഭക്തനായിരുന്ന ഒന്നിനും മുട്ടുവരത്തില്ല. ഓ ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളെ വചനത്തിൻ്റെ വെളിപ്പാടിലോട്ടൊന്ന് കൊണ്ടുവരിക. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടെ. ഈ 2-ാമത്തെ വാക്യം ഭക്തൻ്റെ പ്രത്യേകത. 2-ാമത്തെ പ്രത്യേകത 145 സങ്കീർത്തനം 19 വാക്യം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അപ്പോൾ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ല. 2, ഭക്തന്മാരുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. 3-ാമത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം വായിക്കണമെന്നില്ല, 12-ാം വാക്യം. ഭക്തന്മാർക്ക് നന്മ വരും നിശ്ചയം. ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഈ 3 വാക്തത്വം നിനക്കുണ്ടെങ്കിൽ ക്രിസ്തു ഭക്തനായി ജീവിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടേലും പേടിക്കേണ്ട, അതിനേക്കാൾ വലിയ നന്മയുണ്ട്. ഒരാമയും പറഞ്ഞാട്ട്. ആരേലും എന്തേലുമൊക്കെ പറഞ്ഞതായിരിക്കാം. ചില ഉപദ്രവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ബൈബിളിൽ നിന്ന് പറയുന്നുണ്ട്. എല്ലാത്തിനും സമയമില്ലെങ്കിലും ഞാൻ ദൂതിലോട്ട് വരിക. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ആഴമേറിയ ഒരു ആത്മീയ ദൂത. നമുക്ക് 1-ാമത്തെ ദൂതിലോട്ട് വരാം. ഭക്തന്മാർക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഇപ്പം നിങ്ങൾ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ അങ്ങനെ ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്നതോ പേടിക്കേണ്ടെന്ന്, അതിൽ നിന്ന് വിടുതലുണ്ടെന്നാ ദൂത്. ഭക്തന്മാർക്കൊന്നിനും, ഈ ബൈബിളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ഈ ദൈവത്തിന് സ്തോത്രം. ഈ 23-ാം സങ്കീർത്തനത്തിൽ വായിക്കേണ്ട, എന്നെ നോക്കിയാൽ മതി. ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒന്നിനും മുട്ടില്ലാത്തതിൻ്റെ കാരണം അറിയാമോ? എനിക്കൊരു ഇടയനുണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു. ബാക്കി അറിയാമോ? എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഒന്നിനും കുറവില്ലാത്തൊരു ലൈഫാണ് ഭക്തന്മാർക്ക് ദൈവം തരുന്ന ലൈഫ്. ഇനി ഞാൻ ബൈബിളിൻ്റെ വെളിപ്പാടിലോട്ട് നിങ്ങളുടെ ചിന്തകളെ കൊണ്ട് ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഒരു മുട്ടും വരാതെ ഒരു ഭക്തനെ ദൈവം കാക്കുന്നത്? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എങ്ങനെയാണ് ഒരു മുട്ടും വരാതെ ഭക്തന്മാരെ ദൈവം കാക്കുന്നത്? ഞാൻ ഇനി ബൈബിളിലോട്ട് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാം. ഭക്തന്മാരുടെ ജീവിതത്തെ ശരിക്കും നോക്കി പഠിക്കാനുണ്ട്. ഭക്തന്മാരുടെ ജീവിതത്തെ ശരിക്കും നോക്കി പഠിക്കാനുണ്ട്. ഒരിക്കലേ ഒരു ഭക്തനെ ഞാൻ ബൈബിളിൽ നിന്ന് എടുക്കുക. ഭക്തൻ്റെ പേര് ഇയ്യോബ് എന്നാ. നിങ്ങളെന്നെ നോക്കിയിരുന്നാൽ മതി. ഇയ്യോബിനെ 3 കൂട്ടർ നോക്കി പഠിച്ചു. 1, ആദ്യം നോക്കി പഠിച്ചത് സാത്താന. 2-ാമത് നോക്കി പഠിച്ചത് ഇയ്യോബിൻ്റെ ഭാര്യ. 3-ാമത് നോക്കി പഠിച്ചത് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരും സഹോദരന്മാരുമാണ്. ഈ 3 പേരും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച 3 പാഠങ്ങളാണ് ദൈവം മുട്ടില്ലാതെ നടത്തുമെന്നുള്ളതിൻ്റെ 1-ാമത്തെ ഭാഗം. ഒരാമയും വരുന്നില്ല. ഈ സാത്താൻ വന്ന് ഇയ്യോബിനെ നോക്കിയപ്പം സാത്താൻ മനസ്സിലായ കാര്യങ്ങൾ സാത്താൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. ആ ഭാഗം നമുക്ക് വായിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെയും 10-ാമത്തെയും വാക്യം. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. ഈ ഭക്തനായ ഇയ്യോബിനെ സാത്താൻ എന്ന് നോക്കിയപ്പോൾ സത്യത്തിൽ സാത്താനൂടെ അസൂയ വന്നുപോയി. സാത്താനൂടെ ഈ ചിലർക്കൊക്കെ നിന്നെ നോക്കുമ്പോൾ ഒരു കുഞ്ഞ് അസൂയ ഉണ്ട്. അതിൻ്റെ കാരണം പറയാം, നിന്നെ അതുപോലെ ദൈവം കാത്തുകൊണ്ടിരിക്കുക. മനസ്സിലായവർ സ്തോത്രം ചെയ്യുക. ബൈബിളിൽ പറഞ്ഞ ദുഷ്ടൻ പല്ല് കടിച്ചുരുകിപ്പോകുമെന്നാ.
അവൻ്റെ ആശ നശിച്ചു പോകുമെന്ന ഇന്ന് പകൽ നിന്നെ ദർശിക്കുന്ന ചില എതിരാളികൾ പറയുന്നത് നിന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 10ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. സാത്താൻ ദൈവത്തോട് പറയുക, സാത്താൻ ചെന്ന് ദൈവത്തോട് പറയുക, കേട്ടോണേ, നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? സാത്താൻ നോക്കിയപ്പോൾ 3 കാഴ്ച ആദ്യം കണ്ടു. ഒന്ന്, ഭക്തന് ചുറ്റും 3 വേലി നിൽക്കുന്നു. സ്തോത്രം. 1ാമത്തെ വേലി ആർക്കാന്ന് കേട്ടോണം? ഇയ്യോബിന് ചുറ്റും തമ്പുരാനൊരു വേലി കെട്ടിയിരിക്കുന്നു. 2, അവൻ്റെ വീടിന് ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കുന്നു. 3, അവനുള്ള സകലത്തിന് ചുറ്റും എന്ന് പറഞ്ഞാൽ സാത്താൻ ഏതൊക്കെ റൂട്ടിക്കുള്ള വന്നിട്ടും ഇവനിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്ത പോലെ തമ്പുരാന്റെ വേലി ഇറങ്ങി നിൽക്കുക. ഓ ഹല്ലേലൂയ. പിശാചിന് നിന്നെ ഭയം വരാൻ കാരണം നീ കോവിലകത്തെ കൊച്ചമ്മയുടെ മോനായോണ്ടല്ല, മറിച്ച് തമ്പുരാന്റെ കാവലിനകത്ത്, ഓ ദൈവത്തിന്റെ സൂക്ഷിപ്പിനകത്ത് നീ നിൽക്കുന്നത് കൊണ്ടാ. ഒരു ആമീൻ വരുന്നില്ല. ഞാൻ ചോദിക്കാം, 1ാമത് അവന് ചുറ്റും വേലി. സ്തോത്രം. 2, അവൻ്റെ വീടിന് ചുറ്റും നമ്മളൊരു പുതിയ വീട് വെച്ച വീട് പോലെ തന്നെ പ്രാധാന്യമാണ് ആ വീടിൻ്റെ മതിൽ. ആണോ? ആണോ? പറ അല്ലേ? ചില വീടിപ്പം നിങ്ങൾ നോക്കിയാൽ വീട് കാണത്തില്ല, മതിലേ കാണത്തുള്ളൂ. അതിനകത്ത് ആരെങ്കിലും മരിച്ചു കിടന്നാൽ പോലും നാറ്റം വരുമ്പോഴേ അറിയത്തുള്ളൂ ആള് തീർന്നു പോയെന്ന്. കാരണം അതുപോലെ വലിയ മതില. എന്തിനാ മതിൽ കെട്ടുന്നത്? അപ്പുറത്തെ പാപ്പയുടെ പശു നമ്മുടെ പോർച്ചിൽ കയറാതിരിക്കാൻ. ആണോ? പറ. അപ്പുറത്തെ ചാക്കോ വളർത്തുന്ന ഡോബർമാൻ നിന്റെ വീട്ടിൽ വന്ന് കയറാതിരി. ആണോ? വഴിയെ പോകുന്നവനൊന്നും കയറി നിന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനാ നീ മതിൽ കെട്ടിയതെങ്കിൽ തമ്പുരാൻ മതിൽ കെട്ടിയത് ഒരു വരത്തുപോക്കും നിന്റെ ലൈഫിലോട്ട് എൻട്രി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. 3ാമത്തെ ദൂത, അവനുള്ള സകലത്തിനും. അവൻ്റെ മോൻ അമേരിക്കയിലുണ്ട്, അവിടെയും അവൻ്റെ മോൾ ഇറ്റലിയിലുണ്ട്, അവിടെയും തമ്പുരാൻ വേലി കെട്ടിയിരിക്കുക. ഒരു ഭക്തനുള്ള നീതി നിന്റെ സന്തതി എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം തമ്പുരാൻ. ചിലരുടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്തോത്രം വരും. ഇനി തമ്പുരാൻ വേലി കെട്ടുന്നത് ബൈബിള് പഠിച്ചാൽ ദൈവം വേലി കെട്ടിയ ധാരാളം സംഭവം ബൈബിളിലുണ്ട്. പൊളിഞ്ഞു കിടക്കുന്ന, മതിലില്ലാതെ കിടക്കുന്ന പട്ടണത്തിലോട്ട് ജനം കയറാൻ പോയി. പ്രവാചകൻ പറഞ്ഞു കയറാൻ പറ്റുകയില്ല, കാര്യം അതിനു ചുറ്റും ഒരു തീമതിൽ നിൽക്കുക, അക്തിയുടെ മതില്. മനസ്സിലായോ? നിനക്കെതിരെ വെളിപ്പെട്ട ശരയസ്ത്രങ്ങളെ നിന്റെ വീടിന്റെ കവാടത്തിൽ വെച്ച് കരിച്ചു കളഞ്ഞത് തമ്പുരാൻ കെട്ടുയർത്തിയ തീമതില. ഓ ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഇന്ന് ഇവിടുന്ന് ഉറപ്പോടെ എഴുന്നേറ്റാ പോകും. ഭക്തനായിരുന്നാൽ നിനക്ക് ചുറ്റും വേലിയുണ്ട്, നിന്റെ വീടിന് ചുറ്റും വേലിയുണ്ട്. ബാക്കി പറ. നിനക്കുള്ള സകലത്തിലും. തിരുവല്ലക്കാരനോട് പറയാം, നിനക്ക് രാമഞ്ചിറയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവിടെയും, നിനക്ക് ദൈവത്തിന് സ്തോത്രം മാന്നാർ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവിടെയും നീ ഒരു ഭക്തനായോണ്ട് തമ്പുരാന്റെ കാവലുണ്ട്. നിന്റെ സകല സാമീരികളുടെ മേലും ദൈവത്തിൻ്റെ കാവലുണ്ട്. നിന്റെ സന്തതിമേൽ ദൈവത്തിൻ്റെ കാവലുണ്ട്. സാത്താൻ നോക്കിക്കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ സാധാരണ ആളല്ല, ഇവനൊരു ഭക്തനാണ്. ഓ ഹല്ലേലൂയ. വേലി കെട്ടിയേച്ച് തമ്പുരാൻ മിണ്ടാതിരിക്കുമല്ലേ? കേട്ടോണേ, അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. വേലി കെട്ടുക മാത്രമല്ല, ഒന്ന് അവന്റെ പ്രവൃത്തി അനുഗ്രഹിക്കപ്പെട്ടു. അല്ല, 2 അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. സ്വതന്ത്രം. ഇനി സാത്താൻ നോക്കിയപ്പം സാത്താൻ ഒരു കുഞ്ഞ് അസൂയ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് അംഗീകരിച്ചു കൊടുക്കാം. 2ാമത്തെ ആളാണ് ഇയ്യോബിന്റെ ഭാര്യ. പുള്ളിക്കാരത്തി നോക്കി വെച്ച് ചോദിക്കുക,
ആശ്ചര്യപ്പെട്ട ചോദിക്കുന്നത്, ഇപ്പോഴും ഭക്തി മുറുകെ പിടിക്കുവാണോ? 2-ാം അധ്യായം, സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ ഭാര്യ അവനോട്, 9-ാം വാക്യം, അവന്റെ ഭാര്യ അവനോട്, നീ ഇനി നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. സ്തോത്രം, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടകാലം വന്നാലും ഭക്തി വിടരുത്. ചിലര് നിന്റെ ഭാവി നോക്കിക്കാണാൻ പോവുക, ചിലര് നിന്റെ കുടുംബചരിത്രം നോക്കിക്കാണാൻ പോവുക. പലരും യേശുവിനെ തള്ളി പറഞ്ഞാലും പറയരുത്, മുറുകെ പിടിക്കണം. എനിക്ക് യോബിന്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ അച്ചായൻ നല്ല അച്ചായനാ, പക്ഷെ ഇയാൾ ഇങ്ങനൊരു പുള്ളിയാന്ന് ഞാൻ അറിഞ്ഞില്ല. കാര്യം ഇത്രയും പ്രശ്നം വന്നിട്ടും ഈ ഭക്തി മുറുകെ പിടിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ത്യജിച്ച് കള ദൈവത്തെ. ഉടനെ ഈ യോബ് ഭാര്യയോട് പറഞ്ഞു, എടി മോളെ, ചക്കരമൂത്തെന്നൊന്നും അല്ല വിളിച്ച, എടി പൊട്ടിപ്പെണ്ണേ, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. എടി നിനക്ക് 7 പൈസയുടെ വിവരമില്ലെന്ന് എനിക്ക് മനസ്സിലായ കാര്യം, നീ ഒരു പൊട്ടിയാ. എടി പൊട്ടിപ്പെണ്ണേ, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കല്ലേ. എന്നിട്ട് താഴ്ത്തയോട് വായിര, അത്ര നിർത്താതെ. ജീസസ്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? നന്മ വന്നപ്പോ നീ അളിച്ചു പൊളിച്ച് ടാറ്റാ സവാരിയെ വാനിറ്റി ബാഗ് തൂങ്ങി ദൈവത്തിന് ജോയിമാളിലും ലുലുമാളിലും ഒക്കെ കറങ്ങിയപ്പം നിന്റെ ഭർത്താവ് നല്ലവനായിരുന്നല്ലയോ? അന്നേരം നീ സ്തോത്രം പറഞ്ഞു, സ്തോത്രാഴ്ച ഇട്ടു, പാസ്റ്ററെ കണ്ടപ്പോൾ കൈകൂപ്പി പിടിച്ചു. ഇപ്പം ദൈവത്തിന് സ്തോത്രം, വാനിറ്റി ബാഗും പോയി, സവാരിയും പോയപ്പം ലുലുലും നമ്മി ജോയിമാളിലും പോകാതെ പറ്റപ്പം ഇവക്ക് പ്രാർത്ഥന വേണ്ട അല്ലയോ? ഇങ്ങനെ 5-6 യൗമാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ചില ആൻറ്റിമാർ ശരിയായിരുന്നു. അതാണ് എൻ്റെ പ്രസംഗം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഭക്തൻ പറയടാ, നന്മ തന്നപ്പോഴും നീ അല്ലയോ? നാം ദൈവത്തിന്റെ കയ്യിൽ നന്മ കൈക്കൊള്ളുന്നു. ഞാൻ ചോദിക്കാം, ഇപ്പൊ സാമിന് ഭയങ്കര നന്മ കിട്ടട്ടെ. നന്മ കിട്ടുമ്പോൾ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്തില്ല. പിടികിട്ടിയോ? എടാ, നന്മ വരുമ്പോൾ സാമല്ലേ അനുഭവിക്കുന്നത്, എല്ലാം കൂടെ അനുഭവിച്ചു കയറുമോ? പറ. വേണേ സ്വോത്രാചരിക്കണമെന്ന് വല്ല മല, അത് ഒത്താല് കേട്ടോ, വിട്ടുന്നില്ല. ആൻറ്റിക്ക് നന്മ വന്ന ആൻറ്റിയല്ലേ അനുഭവിക്കുന്നേ. ചിലപ്പോൾ ചർച്ചയിലൂടെ സ്വോത്രാഴ്ചയുടെ അല്ലെ പാർശ്വക്ക് എന്തെങ്കിലും കൊടുത്തു കാണും. തിന്മ വരുമ്പോഴും ആരനുഭവിക്കണം? ഇവിടെ നീ പഠിക്കണം, നിനക്ക് മുട്ടുണ്ടാകത്തില്ലെന്ന് പഠിക്കണം. ഈ കഷ്ടകാലം തകർച്ചയ്ക്കല്ല, ഒരു നല്ല കാലത്തെ വിളിച്ചു വരുത്തുക. ഒരാമയും വരുന്നില്ല. ദൈവം നോക്കുന്ന നിന്റെ ഈ പ്രതിസന്ധിയിൽ നീ ഭക്തി മുറുകെ പിടിക്കുമോ? ഒരാമയും വരുന്നില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, വചനത്തിൽ നിന്ന് മറക്കരുത്. ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. ഒന്ന് നെഞ്ചത്ത് കൈവച്ചോറ, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന് പറ. സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത, നിന്നെ ഉറപ്പിച്ച കർത്താവ് ഇവിടുന്ന് വിടത്തുള്ളൂ. ഒരു ഭക്തനായിട്ടിരുന്നു. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. വചനം പറഞ്ഞ് നിന്നെ ഉറപ്പിക്കുക. ഭക്തനായി ജീവിക്ക്, ഭക്തനായി മുന്നോട്ട് പോ. അപ്പം യോബിന്റെ ഭാര്യ, അച്ഛായ ഇത്രയും കഷ്ടകാലം ഉണ്ടായിട്ടും നിങ്ങൾ ഈ ബുധനാഴ്ച പ്രാർത്ഥന, വെള്ളിയാഴ്ച പ്രാർത്ഥന, ഞായറാഴ്ച പ്രാർത്ഥന എന്ന് പറഞ്ഞ് നടക്കാതെ വേറെ വഴിക്ക് പോവും. എവിടുന്നേലും വലിയ ലോൺ വല്ലോ ഒരു 20 കോടിയുടെ കിട്ടുമെങ്കിൽ എടുത്ത് പുതിയൊരു ഫാമും ഒക്കെ തുടങ്ങി നിന്റെ ലോണും ഫാമും എല്ലാം പൊളി. സ്തോത്രം. എന്നാൽ നീ ഭക്തനായിരിക്ക. ഒന്നും നീ തേടി അങ്ങോട്ട് പോകണ്ട, നിന്നെ തേടി എല്ലാം ഇങ്ങോട്ട് വരും. ഭക്തന്മാർക്ക് മുട്ടുണ്ടാകത്തില്ലെന്ന വചനം. ഹല്ലേലൂയ. ഞാനിവിടെ നിൽക്കുമ്പോൾ ആത്മാവിനോട് കാഴ്ച കാണുക. നിന്റെ ഗതികേട് പൊട്ടിക്കേണ്ട വഴി നിന്റെ വീട് തേടി വരും. ഹല്ലേലൂയ. നിനക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന് നീ പറയുന്ന ദിവസങ്ങൾ വരികയാ. നീ അപ്പോൾ സാത്താൻ നോക്കിയപ്പോൾ അസൂയ വന്നു. യോബിന്റെ ഭാര്യ നോക്കിയപ്പോൾ ആശ്ചര്യം വന്നു. ഇനി വേറൊരു കൂട്ടർ നോക്കിയപ്പോൾ അത്ഭുതം വന്നു. 42-ാം അധ്യായം, സ്തോത്രം, 12-ാമത്തെ വാക്യം.
ഹല്ലേലൂയ. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന്റെ സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ ഉള്ളവരും പരിചയക്കാരും എല്ലാം നോക്കിയപ്പം യോബിന്റെ ജീവിതം, ഭക്തന്റെ ജീവിതം ഒരു അത്ഭുത ജീവിതം. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഇവിടെ എന്താ പറയുന്നത്? അവന്റെ മുൻകാലത്തേക്കാൾ, യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം പണ്ടുണ്ടായിരുന്നതിലധികം അനുഗ്രഹം ഇപ്പൊ കൊടുത്തു. നാട്ടിലെ വാർത്ത ഇതാ. ഇന്ന് പകലൊരു ദൂത് പറയാം. നിന്നെ ചിലർ നോക്കുമ്പോൾ അസൂയ വരും, ചിലർ നോക്കുമ്പോൾ ആശ്ചര്യം വരും, ചിലർ നോക്കുമ്പോൾ അത്ഭുതം വരും. ഒരു ഭക്തനെ നോക്കി പഠിക്കാറുണ്ട്. നിന്റെ ജീവിതത്തിലെ കയറ്റിയിറക്കം തകർച്ചയ്ക്കല്ല. ഹോബി ആത്മാവ് പറയുകയാണ്, നീ ഒരു ഭക്തനായിരിക്കെ. എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, എന്തെല്ലാം പ്രശ്നം വന്നാലും തമ്പുരാനെ മുറുക്ക പിടിക്കണം, ഭക്തി മുറുകെ പിടിക്കണം, നേടിയെടുക്കാതെ മാറരുത്. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയാം, നിനക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്നോട് ദൈവാത്മാവ് പറയാം, നിന്റെ കുറവെല്ലാം ഈ ദിവസങ്ങളിൽ പരിഹരിക്കപ്പെടും. നിന്റെ വീട്ടിലെ സമൃദ്ധി ചിലർ തല ഉയർത്തി നോക്കും. നിന്റെ വീട്ടിനകത്തെ അനുഗ്രഹങ്ങൾ ചിലർ നിന്നെ കാണുമ്പോൾ ചിലർക്ക് അസൂയ വരും. നിന്നെ കാണുമ്പോൾ ചിലർക്ക് ആശ്ചര്യം വരും. നിന്നെ കാണുമ്പോൾ ചിലർക്ക് അത്ഭുതം. ഭക്തന്മാരുടെ ജീവിതത്തെ നോക്കി പഠിക്കാനുണ്ട്. എത്ര പേര് ആമയും പറയാൻ പറ്റും? ഇനി ഒരു വാക്യം കൂടെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലോട്ട് നിങ്ങളുടെ ചിന്തകളെ ഞാനൊന്ന് കൊണ്ടുപോകാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം ഒന്ന് എടുക്കാം. 4-ാം അധ്യായം എടുക്കാം. 7-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുണ്ട്, നീയും മക്കളും ഉപജീവനം കഴിച്ചോളുക എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ നോക്കിയിരുന്നാൽ മതി. ഈ സംഭവം അറിയാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. ഒരു സ്ത്രീ ഏലിശ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, എൻ്റെ ഭർത്താവ് നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. സ്തോത്രം. അവിടെ പ്രത്യേകത, എൻ്റെ ഭർത്താവ് ഇന്നാടെ കസിനാന്നല്ല. ആണോ? അല്ല. മന്ത്രി അറിയോ? മന്ത്രിയുടെ കസിൻ്റെ കസിനാണ് എന്നല്ല പറഞ്ഞു. എൻ്റെ ഭർത്താവ് നിന്റെ ദാസൻ ക്രിസ്തു ഭക്തനാണ്. അതിന് ഞാനെന്താ വേണം? എൻ്റെ പിള്ളാരെ കടക്കാർ വന്ന് കൈക്ക് പിടിക്കുന്നു. നാട്ടുകാർ കാണുമ്പോൾ ഒന്നാമത്തെ ചിത്രം, കടക്കാര് സന്തതികളെ അടിമയാക്കുന്നു. 2-ാമത്തെ ചിത്രം, ആർക്കും തൊടാത്ത സമൃദ്ധി ആ വീടിനകത്ത് വെളിപ്പെട്ടു. നിനക്ക് മുട്ടുണ്ടാകുന്നൊരു കാര്യം വന്നാൽ അത് സോൾവ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എത്ര പേര് അതിന് ആമീൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ചില പ്രശ്നം നിനക്ക് വന്നത് നിന്നെ മറന്നതല്ല, തമ്പുരാന് പരിഹരിക്കാനാ. വിശ്വാസമുണ്ട്, ദൈവത്തിന് പരിഹരിക്കാനാ. ആരും പോകാത്ത ശോധനയെ കൂടെ നീ പോകുന്നത് നിന്നെ തകർക്കാനല്ല, മുട്ടില്ലാതെ നടത്താൻ കഴിവുള്ള. ഗ്ലോറി ടു ഗോഡ്. ഞാൻ നിങ്ങളോടൊരു സന്ദേശം പറയാം. ഞാൻ ഇതിനകത്ത് ഭയങ്കര കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുക. ഇന്ന് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിനോട് പറയുക, ആർക്കുമില്ലാത്ത ചില സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിനക്ക് തരാൻ പോവുക. നീ പോകുന്ന കഷ്ടതയുടെ നടുവിൽ തമ്പുരാന്റെ കൈ ഇറങ്ങാൻ പോവുക. ആരും കാണുന്നില്ലെന്ന് നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ഇതുവരെ ഇല്ലാത്ത ചില നീക്കുപോക്കുകൾ, എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും വചനത്തിന് ഒരാമീൻ പറയണം. എന്തിനാണ് ആമീൻ പറയണത് അറിയോ? സ്തോത്രം. ഭക്തന്മാർക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഒന്ന് അടുത്തിരിക്കുന്ന തൊട്ടച്ചോറ, ഒന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന് പറ. ഹല്ലേലൂയ. എൻ്റെ പാസ്റ്റർ ഇപ്പം സഹിക്കുന്നതോ ദൈവത്തിന് നിന്നെ ഒരു ഭക്തനെ പോലെ നടത്താമെന്ന് കാണിക്കാനാ. ദൈവം തെളിയിക്കാൻ പോവുക. നിന്റെ ദേശത്ത് നിന്നെ ചിലർ അസൂയയോടെ നോക്കാൻ പോവുക.
ചിലര് നിന്നെ ആശ്ചര്യത്തോടെ നോക്കാൻ പോവുക. ചിലര് നിന്നെ ഓ എൻ്റെ പ്രാർത്ഥനാ മുറി ദൈവം സംസാരിക്കുക. ചിലര് നിന്നെ അസൂയയോടെ നോക്കും. Glory to God. എനിക്ക് ആത്മാവിൽ കാണാം, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ ദൈവം സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ നിന്നെ ചിലർ നോക്കിയിരിക്കുന്നുണ്ട്. നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണാനാണ് നോക്കിയിരിക്കുന്നത്. പൗലോസിന് നേരെ ഒരു ദ്വീപ് മുഴുവൻ നോക്കിയിരുന്നു. അവൻ എന്ത് ഭവിക്കും. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു മനസ്സിലായി, സർപ്പത്തിൻ്റെ വിഷം ഇവൻ ഏക്കുകയല്ല. ഇവൻ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ഇതിനകത്തിരിക്കുന്ന ചിലരെ ആത്മാവിൽ കാണാം. നിനക്ക് എന്ത് ഭവിക്കുമെന്ന് കാണാൻ ചിലരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. നിന്റെ വീടിനകത്ത് കുറച്ച് നാൾ കൂടെ നടക്കുന്ന സംഭവങ്ങളെ ചിലരുടെ വീട്ടിലെ ചർച്ചാ വിഷയമാണ്. പക്ഷെ ആത്മാവ് പറയുക, മോശക്കുഞ്ഞെ, നിന്നെ ഞാങ്ങണപ്പെട്ടകത്തിൽ വെപ്പിച്ചത് ഞാനാണെങ്കിൽ മിരിയാം ഭയപ്പെടുന്നതൊന്നും നിനക്ക് ഭവിക്കുകയല്ല. ഇല്ല. നിന്റെ ലൈഫ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. യെസ്. ഹല്ലേലൂയ. മോളെ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചേ. നിന്റെ അടുക്കൽ കർത്താവ് വന്ന് നിന്നോട് പ്രവചിക്കുവാൻ പറയുന്നു. പ്രവചിക്കാൻ പറയുന്നത്, നീ ഭയപ്പെടുന്നതൊന്നും നിനക്ക് ഭവിക്കത്തില്ല. നിന്റെ ജീവിതത്തിൻ്റെ ഗതി മാറാൻ പോവാ. ഇപ്പോൾ ആർക്കും സഹിക്കാൻ വയ്യാത്തൊരു ശോധനയിലൂടെ നീ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ചിലർ നിന്റെ കുടുംബത്തെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുക. എന്താണ് ഇവിടെ ലൈഫ് ഇങ്ങനെയായി പോയത് എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുക, ആ ജനം തന്നെ തിരിച്ചു പറയാൻ പോവുക, ജീസസ് ഇവളൊരു ഭക്തയാണ്, ഇവിടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിച്ചു എന്ന്. നിനക്ക് വേണ്ടി ചിലത് ഒരുക്കപ്പെടാൻ പോവുക. മോളെ, ഒരു കാഴ്ചയുടെ ഞാൻ കാണുന്നു. നിനക്കിരിക്കേണ്ട ഇരിപ്പിടത്തിൽ വസ്തിയിരുന്നാൽ വസ്തിയെ ഇറക്കിയിട്ട് എസ്തേറിനെ ഇരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയുന്നത് പോലെ നിനക്ക് ദൈവം അനുവദിച്ച സ്ഥലത്ത് നീ തന്നെ എത്തും. The blood of Jesus. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. ഞാൻ ചില കാഴ്ചകൾ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാ. ജയംപാസ്റ്റർ, ഞാനൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു. കാണുന്ന കാഴ്ച, നിങ്ങളൊരു വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്വന്തം വലിയ വേഗതയില്ലാത്തൊരു വണ്ടി നിങ്ങൾ നടക്കുന്നതിൻ്റെ 3 ഇരട്ടി സ്പീഡിൽ വരുമ്പോൾ ഞാൻ കാഴ്ച കാണുക, നിങ്ങൾ ആ വണ്ടിയിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ നടപ്പിന് വേഗത വർദ്ധിച്ചു. എനിക്ക് ദൈവം ഒരു ബോധ്യം തരുന്നു, നിന്റെ ലൈഫിൽ വലിയ വേഗത വർദ്ധിക്കാൻ പോവുക. ശുശ്രൂഷയിൽ വേഗത, കുടുംബത്തിനകത്ത് ചില കാര്യങ്ങൾ വേഗത. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വിടുതലുകൾ സംഭവിക്കും. ഇതിനകത്ത് എനിക്ക് ദൈവാത്മാവ് ബോധ്യം തരികയാണ്. ചിലരെ നിന്നെ നോക്കിക്കാണാൻ പോവുക, നിന്റെ കുടുംബത്തെ നോക്കിക്കാണാൻ പോവുക. അസാധാരണമായ ചില സംഭവങ്ങൾ നിന്റെ വീടിനകത്ത് നടക്കാൻ പോവുക. എഴുതിയിട്ടോ അസൂയോടെ ചിലർ നിന്നെ നോക്കും. ദൈവം അനുഗ്രഹിക്കുന്ന കണ്ടിട്ട് റംബാന ബലബട ബലബ രിബികം ധനരബ ഉടമന രബന. യേശുവിൻ്റെ നാമത്തിലൊരു ദൈവം ആ വെള്ള ചുരിദാരിട്ട സിസ്റ്റർ ഒന്ന് ജീസസ് ഇടത്തെ കൈ ഒന്ന് പൊക്കി പിടിച്ചേ. ഈ കൈ ഒന്ന് ആ സിസ്റ്റർ ഇങ്ങേപ്പുറത്തെ കൈ ഒന്ന് പൊക്കി പിടിച്ചേ. ആ കൈ നന്നായിട്ട് പൊക്കി പിടിച്ചു. ജീസസ്, ഞാൻ അങ്ങനെ പറയാൻ കാരണം, ജീസസ് നിൻ്റെ ആ ഇടത് സൈഡ് മുഴുവൻ ഒരു ഡാർക്ക്നെസ് വീണ് കിടക്കുക എന്ന് പറഞ്ഞാൽ ഇടത് കൈ, ഇടത് കാല്, അസ്ഥികൾക്കകത്തൂടെ ഒരു രോഗാത്മാവിൻ്റെ വ്യാപാരമുണ്ട്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത 10 മിനിറ്റ് നീ അതിൽ നിന്ന് വിടുതല പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ ലംബ ഹസ എനിക്ക് കാണാം. ഇതിനകത്തൂടെ ഭയങ്കര ദൈവപ്രവൃത്തി. ഉറബല ഹംദന ധനസ്യ. വിടിരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ അഭിഷേകത്തെ നിറയ്ക്കാൻ പോവുക. പൗലോസ് മെലിത്തെ കാലുകുത്തിയാൽ സർപ്പത്തിന് മാളത്തിലിരിക്കാൻ പറ്റത്തില്ല, അത് പുറത്തു വന്നേലേ പറ്റൂ. നിങ്ങൾക്കൊരു അഭിഷേകം
എനിക്കെന്തോ പരിശുദ്ധ ദൈവാസനെ ഒരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച ഇങ്ങനെയാണ്. അവൻ ഒരു സ്ഥലത്തു കൂടി ഇങ്ങനെ ഓടുകയാണ് രാവിലെ. ഇതെല്ലാം എന്നാ ഓട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓടി കാണിച്ച് ചെല്ലുമ്പം പട്ടാളക്കാരുടെ ക്യാമ്പിനകത്തൂടെ പോകുന്ന കാഴ്ച. ഒരു കൂട്ടം പട്ടാളം രാവിലെ അവൻ ഇങ്ങനെ മാർച്ച് ചെയ്യുമ്പോൾ ആ പട്ടാളത്തിൻ്റെ നടുക്കൂടെ നീ ആ പട്ടാളത്തിൻ്റെ നടുക്ക് കയറിയപ്പോൾ നിന്റെ യൂണിഫോം മാറി. ആത്മാവ് പറയുക യൂണിഫോം മാറാൻ പോവാ. എനിക്കറിയത്തില്ല, ഇതിനകത്ത് അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ നടക്കുകയാ. ലംബസൂധര ഹംദര രബലബഡബല. ഇതൊരു വെളിപ്പാടിന്റെ ശുശ്രൂഷയാ. ഇതൊരു കൃപാവനത്തിന്റെ ശുശ്രൂഷയാ. ഓ റംദ സദാന. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് ഞാൻ വചനം പറയട്ടെ. ഇന്ന് എനിക്കറിയാം കർത്താവ് വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. മോളെ നീ ഒന്ന് കൈ ഉയർത്തിക്കേ. ആ വെള്ള സ്കാഫിട്ട മോള് ജീസസ് ആ പുറകിൽ കണ്ണാടി വെച്ച് നിന്റെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുക. എന്നിട്ട് എന്നോട് ദൈവം പറയും, ചില പേപ്പറുകൾ ജീസസ് നോട്ടറുടെ മുമ്പിൽ സൈൻ ചെയ്യാൻ കൊണ്ടുവച്ചേക്കുന്ന പോലെ ചില പേപ്പറുകൾ സൈൻ ചെയ്യേണ്ട ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കുന്നു. ആ പേപ്പറുകൾ 1 by 1 ആയി സൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തിൻ്റെയോ അപ്രൂവല് മേളിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന ആത്മാവ് കാണിക്കുക. നിന്റെ ലൈഫ് ഫെയിൽ ആകത്തില്ലെന്ന് ആത്മാവ് പറയുക. നിനക്ക് ചില അപ്രൂവൽ ലഭിക്കാൻ. ഓ ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് വചനം പറയുമ്പോൾ വെളിപ്പാടുകൾ തുറന്നു വരാൻ തുടങ്ങും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ചില വീടുകൾക്കകത്തുനിന്ന് ചില ദുർഗന്ധങ്ങൾ ഇന്ന് ഇറങ്ങിപ്പോവും. നിന്റെ വീട്ടിലല്ലാത്തൊരു സ്മെല്ല് ചില വീടിനകത്തുണ്ട്. യെസ്, ആ ബാഡ് സ്മെല്ല് നിന്റെ വീട് അതിറങ്ങിപ്പോകുമ്പോൾ നിന്റെ ഭർത്താവിന്റെ മദ്യപാനത്തിന് കെട്ടടിയും. ശംഭന ദുരക്ഷന പ്രബദ്ധന പ്രവചന ശാംധന ദൽപ്രഭ ജിബക്ഷര ദിഗധ്വന പ്രഭ. അല്പം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് ദൈവാത്മാവ് തരുന്നൊരു ബോധ്യം പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നതൊരു വെളിപ്പാടിലാണ്. മോളെ നീ ഒന്ന് കൈ ഉയർത്തി പിടിച്ച്, വെള്ള സ്കാഫിട്ട് കൈ ഉയർത്തി പിടിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തെ പുതുക്കി പണിയാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നീ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്ക് ഈ ദിവസങ്ങളിൽ ഗൗരവമുള്ള ചില വിടുതൽ നിൻ്റെ വീട്ടിൽ നടക്കും. നിങ്ങൾ മോളെ നീ കൈ 1 മിനിറ്റ് ഉയർത്തി തന്നെ പിടിച്ചുകൊണ്ടിരിക്കണം. മേള് തൊട്ട് താഴെ വരെ ചരട് കൊണ്ടൊരാളെ ചുറ്റിയിട്ട് 2 ചരടും പിടിമുറിക്കാൽ അയാൾ ഞെളിവിരി കൊള്ളാൻ തുടങ്ങും. ഇതുപോലെ നീ ആയിരിക്കുന്ന സ്ഥലത്ത് വലിയ ഞെളിവിരി കൊണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് ദൈവം പറയും, ആ കെട്ടുകളെ അഴിച്ചു വിടാൻ ദൂതസഞ്ചയം നിനക്ക് ചുറ്റും കാവലായി. നിന്നെ ഒരു മാനസിക രോഗിയാക്കാൻ, നിന്നെ തകർത്ത് കളയാൻ, നിന്റെ കുടുംബത്തിനകത്ത് അഴിച്ചുവിട്ട ആഭിചാര ശക്തികളെ ഏതു വീട്ടിൽ നിന്ന് അഴിച്ചുവിട്ടോ അവിടേക്ക് അതിനെ തിരിച്ചുവിടുക. ഇതിനകത്തൊരു അഭിഷേക ശുശ്രൂഷ നടക്കുക. അൽമനോദല ക്ഷാരികം ധനാദി ദുന്നഹസ്തര പ്രവർത്തന പ്രവാദന അന്തര ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് വെളിപ്പാടുകളുടെ കലവറകളെ കർത്താവ് തുറന്നു വിടാൻ പോവുക. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഭയങ്കര കാര്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥന നടക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, എനിക്ക് നിങ്ങളുടെ മുഖമൊന്നും വലിയ വ്യക്തമൊന്നുമല്ല. പക്ഷേ എൻ്റെ മുമ്പിൽ നിങ്ങളെ ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ദർശനം കണ്ടുകൊണ്ടാണ് നോക്കുന്നത്. എനിക്ക് ദൈവാത്മാവ് പറയുക, ചില വലിയ ഒരുക്കങ്ങൾ ചില വീടുകളിൽ നടക്കാൻ പോവുക. ചിലരുടെ ലൈഫിൽ വലിയ ഒരുക്കങ്ങൾ നടക്കാൻ പോവുക. ചില അസാധാരണ സംഭവങ്ങൾ കൊണ്ട് നിന്റെ വീടിനകം നിറയ്ക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ആ വാക്യത്തെ നിന്ന് മുറുകെ പിടിക്കാൻ പോവുക. തൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. പറ. എന്നോട് ദൈവം പറയും, ഈ ദിവസങ്ങളിൽ തന്നെ നിനക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന് തമ്പുരാൻ തെളിയിക്കുന്ന ദിവസങ്ങൾ വരുക. ഒന്ന് പറഞ്ഞ ഒന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന് ദൈവം തെളിയിക്കാൻ പോവുക. ഇവിടെ നോക്കിയ ഒരു സ്ത്രീയുടെ വീട്ടിൽ കടം കയറിയപ്പം ജീസസ് എൻ്റെ ഭർത്താവിൻ്റെ ബ്രദർ കളക്ടറാണെന്നും ഡോക്ടറാണെന്നും പറഞ്ഞൊന്നും അല്ല ചെന്നേ. എൻ്റെ ഭർത്താവ് ഭക്തനായിരുന്നു. ഒരു ഭക്തനായി ജീവിച്ചാൽ യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാവും. ആമീൻ പറയണം.
ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടെ. അവൾ ചെന്ന് പറയാം, എൻ്റെ ഭർത്താവ് നിന്റെ ദാസൻ യഹോവ ഭക്തനാണ്. ഞാൻ ഇനി ഒരു ദൂതൂടെ പറയാം. അവിടെ പ്രശ്നം കട. ആ കടത്തിന് പരിഹാരം അവിടെ വീടിനകത്ത് തന്നെ ഉണ്ട്. ഭക്തന്റെ പ്രത്യേകത, നിന്റെ മുട്ടു തീർക്കേണ്ട വിഷയം നീയുമായി റിലേറ്റഡ് ആയ മേഖല തന്നെ ഉണ്ട്. ഉണ്ട് 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 നിന്റെ മുട്ടു തീരാൻ പോവുക. ഒരത്ഭുതം ഇത് നടന്നാൽ, ദൈവം പറയുന്ന പോലെ കേട്ടാൽ, ഈ നമുക്കൊരു വിടുതൽ തരാൻ തമ്പുരാൻ വലിയ കാര്യമൊന്നും പറയത്തില്ല. തമ്പുരാൻ ഈ വിടുതൽ കിട്ടാൻ കൊച്ചു കൊച്ചു കാര്യം എപ്പോഴും പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മൾ ഈ വലിയ കാര്യം പറഞ്ഞാലേ നമ്മളെ ഏറ്റെടുക്കത്തുള്ളൂ. ഈ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് കൊച്ച് എരികോമിൻ്റെ മതിലിടി എന്താണ്, ചുമ്മാ പെട്ടോ എടുത്തോണ്ട് അതിൻ്റെ ചുറ്റും നടന്ന 7-ാം പ്രാവശ്യം, 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം നടന്ന ഒരൊറ്റ കാകളം ചുമ്മാ ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാൽ മതി, നിൻ്റെ ഗതികേട് പൊട്ടും. ഉണ്ടെന്നില്ല പൗലോസേ, നിൻ്റെ ബന്ധനം അടിയാൻ എന്ത് വേണം? ചുമ്മാ വൈകിട്ട് അർദ്ധരാത്രി ഒന്ന് കൈകൊട്ടി പാടിയാൽ മതി, നിന്നെ കെട്ടിയ കെട്ടൊക്കെ തന്നെ പൊഴിഞ്ഞു വീഴും. കണ്ടോ, സിമ്പിളാണ് പറയുന്നത്. ഞാൻ ചിലരോട് ദൂത് പറയുക, നിൻ്റെ കയ്യടിയിലും നിൻ്റെ സ്തോത്രത്തിലും നിൻ്റെ അന്യഭാഷയിലും നിൻ്റെ റബ 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 അധര ബമസ റംദാര റദ്ധാന സന്ധാര ദൂര ഹത്താരബ. ഇന്നത്തെ ആരാധന നിന്നെ കെട്ടുപൊട്ടുന്ന ആരാധനയാ. ആര് നിന്നെ ബന്ധിച്ചു ആ ചങ്ങല ഇന്ന് നിന്റെ മേൽ നിന്ന് പ്രവാചകൻ അവളെ വിളിച്ചേച്ച് പറഞ്ഞു, അയലോക്കത്ത് കയറി വെറും പാത്രങ്ങളെല്ലാം കൂടെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് മുറിക്കാത്തോണ്ട് വാതിലടിച്ച് പിള്ളേരെല്ലാം കൂടെ കൈകൊട്ടി ഒരു പാട്ട് പാടിയേക്കാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, കൈകൊട്ടി പാട്ട് പാടുമ്പോൾ എന്തുവാ? ഒന്നും അറിയണ്ട, കണ്ണു തുറക്കുമ്പോൾ ഒരു കാര്യം കാണാം. സ്തോത്രം. പാത്രത്തിൽ എണ്ണ പകർന്ന് വെളിയിൽ വന്നപ്പോൾ അവർ നേരെ പ്രവാചകൻ്റെ അടുക്കൽ തന്നെ ചോദിച്ചു, പ്രവാചകൻ എണ്ണ ചെയ്യണം. പ്രവാചകൻ പറഞ്ഞു, വിറ്റ് കടം വീക്കിച്ച് ബാക്കി ബാങ്കിലിട്ടു, ചാവുന്നിടം വരെ ജീവിക്കാം. ഇപ്പം നാട്ടുകാർ പറയും, ആശ്ചര്യത്തോടെ നോക്കിക്കാണുക. ഇന്നലെ ജപ്തിക്ക് അവർ നിൽക്കുന്നുണ്ട്, ഇന്ന് മാനേജർ അവിടെ FTയുടെ റെസിപ്റ്റുമായിട്ട് നിൽക്കുന്നല്ലോ. അവിടെ മിണ്ടുന്നില്ല. മനസ്സിലായി? ഇന്നലെ ബാങ്കിൽ നിന്ന് ജപ്തിക്ക് വന്നു, 1 മാസം കഴിഞ്ഞപ്പോൾ FTയുമായിട്ട് മാനേജർ ബൊക്കയും കേക്കും FT. മനസ്സിലായോ? ഞാനൊരു ദൂത് പറയാം, നിനക്ക് മുട്ടുവരാത്ത കാര്യം നിന്നിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. നീ വെറുതെ മാറ്റിയിട്ട ചില വിഷയത്തിനകത്ത് അത്ഭുതം നടക്കാൻ പോവുക. ഒരു യൂസുമില്ലെന്ന് പറഞ്ഞ ചില കാര്യത്തിൽ അത്ഭുതം. ഇനി അടുത്തൊരു ദൂത്, ഭക്തന്റെ ഒരു പ്രത്യേകത പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതിന് ആമീൻ പറഞ്ഞു വെച്ച് ഞാൻ പ്രസംഗം നിർത്തിയേക്കാം. എനിക്ക് സമയമൊന്നും തികഞ്ഞിട്ട് നിർത്തുവൊന്നും അല്ല, പിന്നെ അങ്ങ് നിർത്തുക. അതേ രക്ഷയുള്ളൂ. ഇന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. 25-ാം സങ്കീർത്തനം എടുക്കാം, 12-ാമത്തെ വാക്യം. സ്തോത്രം. യഹോവ ഭക്തനായ പുരുഷൻ ആർ? യഹോവ ഭക്തനായ പുരുഷൻ ആർ? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി. ആര്? ഭക്തൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവം അവന് കാണിച്ചു കൊടുക്കും. ഭക്തന്റെ പ്രത്യേകത, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഈ ദിവസങ്ങളിൽ ഒരു ട്രെയിൻ ഓടി ഒരു സ്റ്റേഷനിൽ വന്നിട്ട് ട്രാക്ക് ചേഞ്ച് ചെയ്യുന്ന പോലെ ചിലർ ദൈവാത്മാവ് ഒന്ന് ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ പോവുക. ചിലർ റൂട്ടിനെ ഒന്ന് മാറ്റം വരുത്താൻ പോവുക. എന്താ കാര്യം? ഇതുവരെ പോയ അന്തരീക്ഷമല്ല, ഇത് മാറുന്നൊരു കൃപ വ്യാപരിക്കുക. ഇതുവരെ നടക്കാത്ത ചില സംഭവം നിന്റെ വീട്ടിൽ നടക്കും. ഇതുവരെ നടക്കാത്ത ചില കാര്യം നിന്റെ മോശ ഇങ്ങനെ ഡെയിലി ഒരു ട്രാക്കിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേക്കും, ആടിനെ അഴിച്ചു വിടും, ആടുമായിട്ട് യാത്ര പോകും. ആടിനോട് ഗുഡ് മോർണിംഗ് പറയണോ? ഗുഡ് നൈറ്റ് പറയണോ? ഉച്ചയ്ക്ക് കഴിച്ചോന്ന് ചോദിക്കണോ? ഭാര്യയോട് ചോദിക്കുന്നില്ല, പിന്നെ ആടിനോട് ചോദിക്കുന്നു. പോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒന്നും ചോദിക്കണ്ട. 40 വർഷം ഒരേ ട്രാക്കിലൂടെ. ഒരു ദിവസം പർവ്വത മുകളിൽ ചെന്നപ്പോൾ തമ്പുരാൻ ആ അഗ്നിയുടെ സ്റ്റേഷനിൽ നിന്ന് ആ ട്രെയിനെ വേറൊരു ഡയറക്ഷനിലോട്ട് തിരിച്ചു വിട്ടു.
ആ ഡയറക്ഷൻ എവിടെ തന്നറിയാമോ? ഫറവോന്റെ കൊട്ടാരങ്ങളെ വരെ ചലിപ്പിച്ചു. ഒരാമയും വരുന്നില്ല. പിന്നൊരിക്കൽ സീനായിയുടെ മലയുടെ മോളിൽ കയറ്റി വെച്ച് പിന്നെ ഒന്നുകൂടെ റൂട്ട് തിരിച്ചൊന്ന് വിട്ടു. 40 ലക്ഷത്തിലെ വിടുതലുമായി. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്നെ കൊണ്ടുപോകുന്ന വഴി കറക്റ്റാ, പക്ഷെ ചില ചേഞ്ചസ്, ചില സ്റ്റേഷനുകൾ നിനക്ക് വരാൻ പോവുക, ചില ഡൈവേർഷനുകൾ. മനബല സാധാരണ മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കുന്ന ചില ഡൈവേർഷൻ. ഞാൻ ഒരു കാര്യം ആത്മാവിൽ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് ഈ ആഗസ്റ്റ് മാസം തുടങ്ങിയപ്പം മുതലേ എൻ്റെ അന്തരാത്മാവിൽ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഈ അല്പ ദിവസത്തിനകത്ത് എന്തോ ഒരു വലിയ കാര്യം, ശുശ്രൂഷയിലാകാം, വീട്ടിലാകാം, സഭയിലാകാം, എന്തോ ഒരു വലിയ വഴിത്തിരിവുണ്ടാകാൻ പോവാ. ഇങ്ങനെ എന്നും തുടരത്തില്ല, എന്തോ ഒരു വഴിത്തിരിവ്. അത് നിന്റെ മിനിസ്ട്രിയുടെ വഴി. യേശുവിന്റെ നാമത്തിൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്തു വെച്ചാൽ എന്തോ ഒരു വഴിത്തിരിവ് വരാൻ പോവാന്ന് പറ. നിന്റെ സാമ്പത്തിക വിഷയത്തിൽ എന്തോ ഒരു വഴിത്തിരിവ്, നിന്റെ അഭിഷേകത്തിനകത്ത് എന്തോ ഒരു വഴിത്തിരിവ്, നിന്റെ പേഴ്സണൽ ലൈഫിനകത്ത് എന്തോ നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വഴിത്തിരിവ്. നമ്മൾ ഇച്ചിരൂടെ ഗഹനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. യഹോവ ഭക്തനായ പുരുഷനാർ, ശ്രദ്ധിച്ചു കേട്ടെ, അവൻ തെരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അടുത്തിരിക്കുന്ന ആളെ നോക്കി നീ വിശ്വാസം പറ, ദൈവം കാണിച്ചു തരുമെന്ന് പറ. എനിക്കൊന്ന് കൈതാമോനെ, ദൈവം നിനക്ക് എന്തോ ഒരു വഴി കാണിച്ചു തരാൻ പോവാ. ഇപ്പൊ ആ വിഷമിക്കുന്ന വിഷയത്തിനകത്ത്, ആ ഭാരപ്പെടുത്തുന്ന വിഷയത്തിനകത്ത് ഒരു വഴി, ആ വഴിക്കകത്ത് മനുഷ്യകരമല്ല, ഒരമാനുഷിക കരം. ഹലോ, എനിക്കെന്തോ ബോധ്യം തരിക പരിശുദ്ധാത്മാവ്. ജീസസ്, നീ ഗവനിക്കാതിരുന്നൊരു വിഷയം ആ വീടിനകത്തുണ്ട്. ആ ഗവനിക്കാത്ത വിഷയത്തിനകത്തുനിന്നൊരു അത്ഭുതത്തെ വിളിച്ചു വരുത്താൻ പോവാ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, ചിലരുടെ ആരോഗ്യത്തിനകത്തുനിന്നൊരു അത്ഭുതം വെളിവരുന്നു, ചിലരുടെ അഭിഷേകത്തിനകത്ത് സംതിങ് ഹാപ്പൻ. എന്തോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് എന്തോ പുറത്തു വരുന്നു. നിങ്ങളിൽ നിന്ന് അസാധ ഗ്ലോറി ടു ഗോഡ്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വെളിപ്പാട് കാണിക്കുക. ചില കുടുംബങ്ങളിൽ അഭിഷേകം ഒഴുകാൻ തടസ്സമായതിനെ ഒക്കെ ഇന്ന് എടുത്തെറിയും ചില വീട്ടിൽ നിന്ന്. ഒന്നുകൂടെ പറയാം, നിന്റെ വീട്ടിൽ അഭിഷേകം വെളിപ്പെടാൻ തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തികളായാലും ശക്തികളായാലും തമ്പുരാൻ പിഴുതെറിയും ചിലവിൽ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്നെ ഇച്ചിരൂടെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി ദൈവം കാണിച്ചു തരും. ഈ ദിവസങ്ങളിൽ നീ ഭാരപ്പെടുന്ന വിഷയത്തിലൊരു വഴി കർത്താവ് കാണിച്ചു തരും. യാത്രയോട് ബന്ധപ്പെട്ട് വഴി കാണിച്ചു തരും. കുഞ്ഞിൻ്റെ ഭാവിയോട് ബന്ധപ്പെട്ട് വഴി കാണിച്ചു തരും. നിന്റെ കുടുംബം സംബന്ധിച്ച് വഴി കാണിച്ചു തരും. ഒത്തിരി വർഷം കൊണ്ട് നീ ശ്രമിച്ചിട്ട് നടക്കാത്ത ചില കാര്യം കാണത്തക്ക രൂപത്തിൽ നിന്റെ വീട്ടിൽ കെട്ടിപ്പൊക്കത്തക്ക രീതിയിൽ ഞാൻ വെളിപ്പാടി കാണുക. ചില ബിൽഡിങ്ങുകൾക്ക് അടിസ്ഥാനമിടുന്നു, ചില വീടുകൾക്ക് അടിസ്ഥാനമിടുന്നു, ചിലർ യേശുവിൻ്റെ നാമത്തിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നു. എനിക്കെന്തോ നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത വാക്യത്തിനൊരു ആമീൻ പറയണേ. ഇതൊരു പ്രവചനദൂത. 10 മിനിറ്റ് കൊണ്ട് ഞാൻ മെസ്സേജ് നിർത്താം. നിങ്ങൾ സഹകരിച്ച അല്ല അരമണിക്കൂറായിപ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്നെ ആമീൻ പറയണമെന്ന് പറയിക്കരുത്. ആ പരുവത്തിനാകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈയിടെ ദൈവത്തിന് സ്തോത്രം ഒരു സ്ഥലത്ത് ചെന്നപ്പം ഒരു പോലീസ് ഓഫീസർ വണ്ടി ചെക്കിങ്ങിനായി ദൈവത്തിന് സ്തോത്രം ഒരു സ്ഥലത്ത് നിർത്തിയപ്പം സ്തോത്രം ഞാൻ ഗ്ലാസ് താത്തപ്പം പുള്ളി പറഞ്ഞു, പ്രൈസിലുള്ള ഒരു ആമീൻ പറഞ്ഞു വെച്ച് പൊക്കോ, ഒരാമീന് പറഞ്ഞിട്ട് പൊക്കോ. ഞാൻ പറഞ്ഞു ആമീൻ. ഞങ്ങളെ കൊണ്ട് കുറേ പറയിച്ചില്ലയോ, അതുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് പോകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ഇവിടുത്തെ ദൂത്?
ഹല്ലേലൂയ. അപ്പം നമുക്കൊരു ആമീൻ പറഞ്ഞ് തുടങ്ങാൻ പോവുക. നിങ്ങൾ ശ്രദ്ധിക്കേ അമ്മി, അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കേ അമ്മി. അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. ഇച്ചിരി നല്ല സുഖത്തോടെ ഒന്ന് വായിച്ചേ. അവൻ സുഖത്തോടെ വസിക്കും. അപ്പൊ ദൈവം വഴി കാണിച്ചാൽ നീ എന്ത് ചെയ്യും? സുഖത്തോടെ വസിക്കും. നിന്റെ എല്ലാ ബുദ്ധിമുട്ടും പൊട്ടും. നിന്നെ ഓടിക്കുമെന്നൊക്കെ ചിലർ പറയുന്നുണ്ടല്ലോ, അവരോടത്തേ ഉള്ളൂ. നീ നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ സുഖത്തോടെ വസിക്കും കേട്ടോ. അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. അവന്റെ സന്തതി മുടിയുമെന്നല്ല, നിന്റെ ദേശം, നിന്റെ സന്തതി അവൻ. രാമീൻ വരുന്നില്ല. ജപ്തി ചെയ്തപ്പോ നീ പേടിച്ചു പോയി അല്ലയോ? നിന്റെ സന്തതി വാങ്ങാൻ പോവാ. രാമീൻ പറഞ്ഞോട്ടെ, ചില ജപ്തി വന്നപ്പോ നീ പേടിച്ചല്ലയോ? നിന്റെ സന്തതി അവിടം തന്നെ വാങ്ങും. മനസ്സിലായി വരുന്നില്ല? നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ആമീൻ. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. നീ ദൂത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാം. ഒരു ഭക്തനായി ജീവിച്ചാൽ, ഞാൻ ഈ ഭാഗം ഇന്നലെ അങ്ങോട്ട് ധ്യാനിച്ചപ്പം തിരുവനന്തപുരത്തുനിന്ന് കോട്ടയം വരെ എൻ്റെ വണ്ടി ഓടിയ വഴി ഞാൻ അറിഞ്ഞില്ല. അതുപോലെ ഭയങ്കര ഇടപെടലായിരുന്നു ഞാൻ സഞ്ചരിച്ച വണ്ടിയിൽ. ആ വണ്ടിയിരുന്ന് ഞാൻ മെസ്സേജ് ഉണ്ടാക്കുന്നത് എൻ്റെ പ്രാർത്ഥനാ മുറി. ഞാനൊരു ദൂതൂടെ നിങ്ങളോട് തുറന്നു പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ബൈബിളിൽ എടുത്ത പൊങ്ങാത്ത വാക്കുമാണ്, യഹോവയുടെ ദൂതന്മാർ അവിടെ ഭക്തന്മാരുടെ ചുറ്റും. ഓടിയുള്ള അച്ഛൻ്റെ വീടിന് ചുറ്റും വന്നാൽ എഴുതിയേക്കുന്നത് മനസ്സിലായോ? യഹോവയുടെ ദൂതന്മാർ. ബാക്കി പറ, അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും ഒരാർമി ഇറങ്ങുന്ന പോലെ. ശബന രബല രബല ഉദകൽ ഖമന ധുജവന രബല. ഹോ ഹെസ്. ഇനി ആ വചനമൊക്കെ വ്യാഖ്യാനിച്ചാലേ സ്തോത്രം. ഈ അപ്പന്മാർക്ക് പിള്ളേർ 1-2 പേരുണ്ട്. എല്ലാ അപ്പന്മാർക്ക് എല്ലാ പിള്ളേരോടും ഒരുപോലെ ഇഷ്ടമല്ല. ചിലർക്ക് ചില അപ്പന്മാർക്ക് മൂത്തവനെയാ ഇഷ്ടം, ചില അമ്മമാർക്ക് ഇളയവരെയാ. 2 പേരെ ഇഷ്ടമാണെങ്കിലും പോയിച്ച് വരുമ്പം 2 പിള്ളേരുണ്ടെങ്കിൽ 4 പിള്ളേരുണ്ടെങ്കിൽ 4 കാഡ്ബറീസ് കൊണ്ടുവന്ന് വെച്ച് 3 പേർക്ക് ഓരോന്ന് കൊടുത്തേച്ച് ഒരുത്തിയെ വിളിച്ച് മാറ്റി ആരും കാണാതെ മോക്കിതൂടെ. അതിനർത്ഥം എന്തുവാ? ഒരു വീട്ടിൽ അപ്പച്ചനൊരാളെ ഇഷ്ടം, അമ്മച്ചിക്ക് ഒരാളെ ഇഷ്ടം. അപ്പച്ചനിഷ്ടം ആരെയാ? ഏശാവിന്. അമ്മച്ചിക്ക് ഇഷ്ടം ആരാ? യാക്കോബിന്. അമ്മച്ചിക്കിഷ്ടമുള്ളവൻ അനുഗ്രഹിക്കണമെന്ന് അമ്മച്ചിക്കിഷ്ടം, അപ്പച്ചനിഷ്ടമുള്ളവരെ അനുഗ്രഹിക്കണമെന്ന് അപ്പച്ചനിഷ്ടം. ഇതിൻ്റെ 2 ഇഷ്ടത്തിനിടയിൽ തമ്പുരാൻ്റെ ഇഷ്ടം കയറി വീടും. ഉണ്ടെന്നില്ല. ഇനി അങ്ങോട്ട് പോയാൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല, എന്നാലും ഞാൻ നിർത്തുക. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. അപ്പനപ്പം തീരുമാനിച്ചു, എൻ്റെ ഭാര്യ വിചാരിക്കുന്നത് അല്ലിവിടെ നടക്കണ്ടേ, ഞാൻ വിചാരിച്ചത് നടക്കണം. ഇറങ്ങടാ പുറത്ത്. വാതിലടച്ച് പുറത്തിറക്കിയപ്പോഴേ ചേട്ടൻ പറഞ്ഞൊരു കത്തിതാപ്പ, അവനെ തീർത്തേക്കാം. അപ്പൻ കത്തിരാകാൻ ആളെ വിട്ടപ്പം വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു. അമ്മ വാട്സാപ്പ് മെസ്സേജ് ഇട്ടു, ഓടിക്കോടാന്ന് പറഞ്ഞു. നിന്നെ കൊല്ലാനുള്ള ആലോചനയും കത്തിയുടെ പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവൻ ഓടി ഒരു കാട്ടിച്ചെന്ന് കല്ലെടുത്ത് തലയണിയായി വെച്ചപ്പം സ്വർഗത്തിൽ ഭയങ്കര ബഹളം. അതെന്നാന്ന് ചോദിച്ചു. ദൂതന്മാരെല്ലാം റെഡിയായി നിൽക്കുക. കർത്താവ് ചോദിച്ചു എന്നാ? പറഞ്ഞു, കർത്താവെ, അങ്ങയുടെ ഭക്തൻ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് കിടക്കുന്നു. ദൈവം പറഞ്ഞു, ഗോവേണി ഇറക്കി വെച്ച ചിറങ്ങടാ താഴോട്ട്, അവന് ചുറ്റും പാളയം ഇറങ്ങടാ. യേശുവിൻ്റെ നാമത്തിൽ. നിന്നോട് ഇഷ്ടമില്ലാത്തവൻ നിന്റെ വഴി അടച്ചാൽ വചനമൊന്നും പ്രസംഗിച്ച് തീർത്ത് ഒപ്പിക്കാൻ പറ്റുകയില്ല. അത് കടലാ. ഇങ്ങോട്ട് നോക്കിയേ. ദൂതന്മാർ ഗോവേണി താപ്പോട്ടിറക്കി വെച്ച്. ഗോവേണി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? 500 പടിയൊന്നുമില്ല. ഗോവേണിക്ക് 5 പടിയേ ഉള്ളൂ. അതിനർത്ഥം എന്തുവാ? നീ ഒറ്റപ്പെടുമ്പോൾ സ്വർഗം 5 പടിക്ക് മേളിൽ നിൽക്കുക. യോഹന്നാനോട് ചോദിച്ചു, സ്വർഗം എവിടാ യോഹന്നാൻ? യോഹന്നാൻ ഉത്തരം പറയും, മേളി പറയുന്ന താഴെ കേൾക്കാവുന്ന അടുത്ത സ്വർഗം. ഒരാമയും വരുന്നില്ല.
ഞാൻ ഇന്ന് ഈ ദൂത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു വെളിപ്പാട് പറഞ്ഞു നിർത്താം. ദൂതന്മാരോട് പറഞ്ഞു, ഒരറ്റത്തൂടെ കയറണം, മറ്റേ അറ്റത്തൂടെ ഇറങ്ങണം. ഹല്ലേലൂയ. യാക്കോബ് കടക്കുവന്നോ, അവന് ചുറ്റും ദൈവത്തിന് സ്തോത്രം. അപ്പം യാക്കോബ് മനസ്സിൽ പറയാ, ഒരുത്തൻ കത്തിയും കൊണ്ടുവരുന്നു. ദൈവം പറയാ, കത്തിയല്ല, അവൻ എന്നാ കൊണ്ട് വന്നാലും നിന്നെ തൊടുകയല്ല. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചില ഇഷ്ടങ്ങളുടെ പുറകെ നിന്നെ ഒതുക്കാൻ നോക്കുന്ന ചില യേശാവുമാരുടെ മുമ്പില് അതുകൊണ്ട് ആ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഹല്ലേലൂയ. രാവിലെ നമ്മൾ പാടുന്നൊരു പാട്ടാ, ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ, എൻ സഹായം ആകാശത്തെയും. ആ പാട്ടറിയോ? കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. രണ്ട് കൈയൊന്ന് പൊക്കി പിടിച്ചേ. എനിക്കെന്തോ ദൈവാത്മാവ്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങത്തില്ല. ഇന്ന് നീ ഉറപ്പ് പറഞ്ഞു വിട്ടിട്ട് എഴുന്നേക്കാൻ പോവാ. നിനക്കെതിരെ ഒരുത്തൻ കത്തി എടുത്തിട്ടുണ്ട്, നീ പേടിക്കണ്ട. ആ കത്തി എടുത്തവൻ കത്തി താഴെയിട്ട് നിന്നെ ചുംബിക്കാൻ നിന്റെ ഒരു പ്രാർത്ഥന മതി. ഗ്ലോറി. ആ കൈ ഉയർത്തിക്കൊണ്ട് പറ, യഹോവയുടെ ദൂതന്മാർ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നു. ദൈവം പറയാ, ദൂതം മാത്രമല്ലടാ, ഞാൻ ഉറങ്ങാതെ 24 hours പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്ന പോലെ ഞാൻ അവരെ കാത്തോണ്ടിരിക്കുക. ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്